ഹായ് ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഹസീബാസ് ഡയറി. അപ്പോൾ ഞാൻ ഇന്നൊരു ഗെറ്റ് റെഡി വിത്ത് മീ കേട്ടോ ചെയ്യുന്നത്. ഞാനും എൻ്റെ കസിൻസും കൂടിയിട്ട് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൽ ചാലഞ്ച് വീഡിയോസാണ് ഇടുന്നത് കേട്ടോ. അപ്പോൾ അതിന് ചാലഞ്ച് വീഡിയോ എടുക്കാൻ പോകാൻ റെഡി ആവുക കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം മോയ്സ്ചറൈസർ ഇട്ട് കൊടുത്തു. ഞാൻ എപ്പോഴും ലാക്മിൻ്റെ യൂസ് ചെയ്യല്, പക്ഷേ ലാക്മിൻ്റെ കഴിഞ്ഞതുകൊണ്ട് ഇപ്പോൾ ഹിമാലയൻ്റെ യൂസ് ചെയ്യേണ്ടി കേട്ടോ. അത് ഇട്ടെടുത്തു. പിന്നെ രണ്ടാമത് സൺസ്ക്രീൻ ഇട്ട് കൊടുത്തത്. അത് ഇപ്പോൾ പാലക്കാട് നല്ല ചൂടായതുകൊണ്ട് വീട്ടിലിരിക്കുമ്പോൾ പോലും ഇടേണ്ട ആവശ്യമുണ്ടോ, മസ്റ്റായിട്ട് ഇടേണ്ടതാണ്. അപ്പോൾ സൺസ്ക്രീൻ ഇട്ട് കൊടുത്തു. പിന്നെ ഞാനൊരു പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. എപ്പോഴും ഞാൻ ബേബി പൗഡർ യൂസ് ചെയ്യുക, പക്ഷെ അത് കഴിഞ്ഞതുകൊണ്ട് ഈ പൗഡർ യൂസ് ചെയ്യേണ്ടി വന്നു. എല്ലാ സാധനങ്ങളും കഴിഞ്ഞെടുക്കണമെങ്കിൽ അതൊക്കെ മേടിക്കണം. അപ്പോൾ അത് ഇടുമ്പോഴാണ് ആ സൺസ്ക്രീനൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ചില സൺസ്ക്രീനൊക്കെ ഇടുമ്പോൾ ഒരു ഓയിലി ആയിട്ട് തോന്നില്ലേ. അപ്പോൾ അത് പോവാൻ എന്തായാലും പൗഡർ ഇടുമ്പോഴാണ് കുറച്ചും കൂടി സെറ്റാവുക. അപ്പോൾ ഞാൻ അതുകൊണ്ട് ആ പൗഡറൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ ഞാൻ ഇട്ട് കൊടുത്തത് ഐഷാഡോ പാലറ്റിൽ. ഐഷാഡോ എപ്പോഴും എൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീലൊക്കെ ഉള്ള അതേ ഐഷാഡോ പാലറ്റ് തന്നെയാണ്. അപ്പോൾ അതിൽ ഒരു ലൈറ്റ് കളർ എടുത്ത് മേലെ ഇട്ട് കൊടുത്തു കണ്ണിൻ്റെ. പിന്നെ താഴെ ഇട്ട് ഒരു ബ്രൗൺ ഷെയ്ഡ് എടുത്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഫോൺ വോയിസാണ് ചെയ്തത്, പക്ഷേ ഫുള്ളും വണ്ടികളുടെ സൗണ്ട് മാത്രമേ ഞാനത് അതിൽ കേൾക്കുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു ശരി ഇനി ഒരു വോയിസ് ഓവർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ചെയ്യാം കേട്ടോ. പിന്നെ മസ്കാര ഇട്ട് കൊടുത്തു. മസ്കാര ലാക്മിൻ്റെ തന്നെയാണ് കേട്ടോ. അതിട്ട് കൊടുത്തു. പിന്നെ ഞാൻ വോട്ട് ചെയ്തൊക്കെ കാണിക്കാം കേട്ടോ. ഞാൻ എൻ്റെ ഫസ്റ്റ് വോട്ടായിരുന്നു. അപ്പോൾ ചെയ്യാൻ പോകുമ്പോൾ നല്ല പേടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, ഇങ്ങനെ ചെയ്യേണ്ടതെന്ന് അറിയാൻ. പിന്നെ പോയപ്പോൾ സിംഗിൾ പരിപാടിയായിരുന്നു. ഞാനും എൻ്റെ അനിയത്തിയും ഒപ്പം വോട്ട് ചെയ്തു കേട്ടോ. ഞാൻ എടുക്കാൻ കുറച്ച് വൈകിപ്പോയി അങ്ങനെ. പിന്നെ ഹൈബ്രോ ഫില്ല് ചെയ്യും കേട്ടോ. ഹൈബ്രോ ഫില്ല് ചെയ്യുമ്പോഴാണ് എൻ്റെ ഫേസിൽ ഒരുപാട് മാറ്റം വരുന്നത്. അത് നിങ്ങൾക്ക് ഒരു ഭാഗം ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ കാണിക്കുന്നുണ്ട്, അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും മാറ്റം. ഹൈബ്രോസ് എനിക്ക് കൂടുതലായിട്ടില്ല, അപ്പോൾ അതുകൊണ്ട് ഹൈബ്രോ ഫില്ല് ചെയ്യുമ്പോഴാണ് ഒരുപാട് മാറ്റം വരുന്നത്. Chasing waterfall. അടുത്തായിട്ട് നമ്മൾ ഐലൈനർ ആട്ടോ ഇടാൻ പോകുന്നത്. അപ്പോൾ ആദ്യം ഞാൻ എപ്പോഴും കണ്ണാടി നോക്കിയിട്ടിട്ട് എനിക്ക് ക്യാമറ നോക്കിയിട്ട് ഇടാൻ കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ആദ്യം തന്നെ ഫ്ലോപ്പായി, അതിൽ കാണും. ഫ്ലോപ്പായി കഴിഞ്ഞാൽ പിന്നെ എല്ലാം പോയി. മസ്കാര പോയി, ഐഷാഡോ താഴെയിട്ടൊക്കെ പോയി. രണ്ടാം പ്രാവശ്യം ഇട്ട് കൊടുക്കേണ്ടി വന്നു. എന്നും അങ്ങനെ ആവാറില്ല. എപ്പോഴും ഞാൻ എവിടെയെങ്കിലും പോകണമെന്നുണ്ട് സ്പീഡിലിടുന്ന സമയത്താണ് എപ്പോഴും ആവാറ്. ഇത് കണ്ണാടിയില്ല, ഇത് ഇട്ടതിൻ്റെ കുഴപ്പമാണ്. രണ്ടാം പ്രാവശ്യം ഞാൻ മെല്ലെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഗൈസ്. ഞാൻ ചെറിയൊരു മേലെ ഒരു വിങ് പോലെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കും. ഞാൻ എപ്പോഴും മേലെ എഴുതാറില്ല, ഒന്ന് ട്രൈ ചെയ്യുന്നുണ്ട്. പിന്നെ ലിപ് ലൈനിങ് ചെയ്തു. ലിപ് ലൈനിങ് ചെയ്യാൻ കാര്യമായിട്ട് എനിക്കറിയില്ല കേട്ടോ. അപ്പം അതിൻ്റെ പളിച്ചുകളൊക്കെ ഉണ്ട്. പിന്നെ ഞാനൊരു ഡാസ്ലിൻ്റെ ഒരു ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുക്കുന്നു കേട്ടോ. ഒരു ബ്രൗൺ ഷെയ്ഡ് പോലത്തെ ന്യൂഡ് കളറാണ്. അത് കഴിഞ്ഞിട്ട് ആ കളറിൽ കുറച്ചും കൂടി ഒരു വൈലറ്റ് പോലത്തെ ഒരു കളർ കേട്ടോ. ആ കളറ് ഒന്നിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചും കൂടി എപ്പോഴും ഞാനത് രണ്ടും മിക്സ് ആക്കിയിട്ട് ഇട്ട് കൊടുക്കാറുണ്ട്. പിന്നെ കുറച്ച് എക്സസ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ മീൻസ് ലിപ്സ്റ്റിക്കൊക്കെ ഒരു ടിഷ്യൂ വെച്ചിട്ട് നമ്മളിങ്ങനെ ആക്കി കൊടുക്കുമ്പോൾ പോകുന്നുണ്ട്. അപ്പോൾ അത് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു ബ്ലഷ് ആ ഐഷാഡോ പാലറ്റ് തന്നെയുള്ള ഒരു ബ്ലഷ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ബ്ലഷൊന്നും ഞാൻ എന്നും ഇടാറില്ല,
സൺസ്ക്രീനും പൗഡർ പിന്നെ ഐഷാഡോ എപ്പോഴും കേട്ടോ. അത് എനിക്ക് ഡാർക്ക് സർക്കിൾ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ ഇട്ട് തുടങ്ങും. പിന്നെ അതങ്ങനെ എപ്പോഴും അത് അങ്ങനെ തന്നെ ആയിപ്പോയി. അതിപ്പോൾ ഇടാതാകുമ്പോൾ എനിക്കൊന്നൊരു മേക്കപ്പ് ഒരു കംപ്ലീറ്റ് ആവാത്തൊരു ലുക്ക്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും ഇടും. പിന്നെ എനിക്ക് തൈറോയ്ഡ് ഉള്ളതുകൊണ്ടിട്ട് കഴുത്തിൽ ഒരു സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഷാർപ്പായി വേണ്ടിയിട്ട് കോണ്ടോർ ചെയ്തിട്ടുണ്ടായി. ഇതിൻ്റെ ബ്രൗൺ ഷെയ്ഡ് എടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഇങ്ങനെ കോണ്ടോർ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അവൻ ലുക്ക് എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കണത്. പിന്നെ ഞാൻ ക്രോഷെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ക്രോഷെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ഇടാം. പിന്നെ ക്രോഷെറ്റ് അതിൻ്റെ വീഡിയോസ് ഇടുന്നുണ്ട്, നോക്കാം. ഇത് ഒരു ബാഗ് ചെയ്യണം എൻ്റെ വീഡിയോ, അതായത് അതിൻ്റെ ഒരു പാർട്ടാണ്. രണ്ട് പാർട്ട് കഴിഞ്ഞു. ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഞാൻ അതിൻ്റെ വീഡിയോ ഇടാം. അതിന് കുറച്ചൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്, ഞാൻ ഇടാം. അപ്പം എൻ്റെ ഫൈനൽ ലുക്കാണ് കേട്ടോ. ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. പിന്നെ എല്ലാവരും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. അപ്പോൾ ബൈ.